and the corn and the back. Okay, 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 perfect. Okay, okay. Hi all, welcome to MCA Family Time Perfect OK, presented by S2 Regular MCA B Batch. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോബിൻ ജോസഫ്. അപ്പം നമുക്കറിയാം ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നമ്മളെല്ലാം ഒത്തിരിയേറെ നിയന്ത്രണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ക്ലാസ് തുടങ്ങിയത് മുതൽ ഓൺലൈൻ മോഡിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോളേജിൽ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും പല സ്റ്റുഡൻസിനെ നേരിൽ കാണാനുമുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പരിമിതമായ ഈ സാഹചര്യത്തിലും ഞങ്ങളാൽ കഴിയുന്ന വിധം ഈ പ്രോഗ്രാമിനെ ബെസ്റ്റ് ആക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കാണുക. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ MCA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയ ഡോക്ടർ റൂബൻ തോട്ടുപുറം അച്ഛനെയും അതുപോലെ തന്നെ MCA ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഫാക്കൽറ്റീസിനെയും സ്റ്റുഡൻസിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രെയർ സോങ്ങോട് കൂടി ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. Instrumental music. Music gives soul to the universe, wings to the mind, color to imagination, and life to everything. എന്നാണ് പ്ലാറ്റോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ TV ഷോസും റിയാലിറ്റി ഷോസും പലപ്പോഴും കാണുമ്പോൾ ഈ കീബോർഡ് വായിക്കുന്നത് ഒരു അത്ഭുതമായി നോക്കി നിന്നിട്ടുണ്ട്. അവിടെയാണ് എന്നെ ഈ ഫ്രണ്ട് കഴിവ് തെളിയിച്ചത്. ആ ഒരു കഴിവിനെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു സിഞ്ചു മെല്ല. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ സിഞ്ചു.
കാണുകയല്ല, പാട്ട് കേൾക്കാത്തവരല്ല. ഒരു പാട്ടിന്റെ ഒന്നോ രണ്ടോ വരികളെങ്കിലും മൂളാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. അപ്പൊ നമുക്കൊരു ഗാനം കേട്ടാലോ? നല്ല മനോഹരമായൊരു പാട്ടുമായി വരൂ സോന ജോസഫ്. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்தவிட்ட ஆசை விண்ணிலவை தொட்டு முத்தமிழ் ஆசை என்னிடமே சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்தவிட்ட ஆசை விண்ணிலவை தொட்டு முத்தமிழ் ஆசை என்னிடமே சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை. மல்லிகை பூவான் மாறிவிட ஆசை திங்களை கண்டு மாலையிட ஆசை மேகங்களை எல்லாம் தொட்டவிட ஆசை சோகங்களை எல்லாம் விட்டுவிட ஆசை காக்குரலின் உலகை தட்டிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்தவிட்ட ஆசை விண்ணிலவை தொட்டு முத்தமிழ் ஆசை என்னிடமே சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்துவிட்ட ஆசை. പടം വരയ്ക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും ഒന്നും നൽകില്ല, അല്ലേ? ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട് കുറേ നന്നായിട്ട് പടം വരയ്ക്കുന്ന ആൾക്കാർ. അപ്പോൾ നമുക്കിനി ഒരു ഡ്രോയിങ് വീഡിയോ കണ്ടാലോ? അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഡ്രോയിങ് വീഡിയോ ആണ്. ഡ്രോയിങ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ ശ്രുതിയും സുസ്മിനുമാണ്.
പ്രോഗ്രാംസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നില്ലേ? ഇനി നമ്മൾ എന്താ കേൾക്കാം? ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പാട്ടൊക്കെ ഇഷ്ടമില്ലാത്തവർ ചുരുക്കം ആൾക്കാരാണ്. അപ്പം നമുക്ക് ഇനി ഒരു പാട്ട് കേട്ടിട്ട് വരാം. അതിനൊരു മാപ്പിളപ്പാട്ടായാലോ? മാപ്പിളപ്പാട്ട് കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പം ഇനി അടുത്തായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ടുമായി നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ കൊച്ചു പാട്ടുകാരിയായ ഷിഫാനയാണ്. അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസീനെന്ന് മഹിമയിലും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി നീവുന്ന മതിമുഖിയാള്. അവളുടെ മധുരിതമാ പേരാണ് ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസീനെന്ന് മഹിമയിലും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോയ്സ്. എല്ലാവർക്കും ഷിഫാനയുടെ മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിനന്ദിക്കാനും മറക്കണ്ട. ഇനി നമ്മൾ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട, ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണെന്നല്ലേ? വേറൊന്നുമല്ല, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻസ് ഏരിയയിലുള്ള ഇമ്പോർട്ടന്റ് ടേംസും ഇമ്പോർട്ടന്റ് തിയറീസും പഠിക്കുന്നത് മാത്രമാണ്. ഒരിക്കലുമല്ല, നമ്മുടെ പേഴ്സണൽ ഫിനാൻസിൽ ആവശ്യമായിട്ടുള്ള ഇന്റലിജന്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നതിനെയും കൂടിയാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അഥവാ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുപോലുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റിയാൽ നമുക്ക് പറയാം നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി അച്ചീവ് ചെയ്തെന്ന്. അപ്പോൾ എന്തിനാണ് ഫിനാൻഷ്യൽ ലിറ്ററസി? ഉത്തരം സിമ്പിളാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ. നമുക്കറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല, നമ്മുടെ ടാലൻസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ വലിയൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു ജോബ് കിട്ടാനും അങ്ങനെ സൊസൈറ്റിയിലൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. എന്നാൽ നമ്മുടെ ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതിയോ? നല്ലൊരു ജോലി ഉണ്ടായിട്ടും ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് മൂലം സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവർക്കും ഏൺ ചെയ്യാൻ അറിയാം, എന്നാൽ എങ്ങനെ അവരുടെ ഏണിങ്സിനെ മാനേജ് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മുടെ ലൈഫിലെ റിസ്ക് മാനേജ് ചെയ്യാനും നല്ല അസറ്റ് ക്ലാസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമ്മെ സഹായിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഞങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിൽ വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി നേടിയവരും നേടാത്തവരും അവരുടെ ഫിനാൻസ് റിസ്ക് മാനേജ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ ഈ ബുക്ക് നിങ്ങൾക്ക് തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ബുക്കിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ജോമിഷാണ്. ഈ ബുക്കിലെ ഒരുപാട് കാര്യങ്ങൾ ജോമിഷ് നിങ്ങളുമായി പങ്കുവയ്ക്കും. ഈ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ബുക്ക് വായിക്കുകയും ഇത് പഠിക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിനുള്ള ജേണി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് നേരെ ബുക്ക് റിവ്യൂയിലേക്ക് പോകാം. ലെറ്റ്സ് വെൽക്കം ജോമിഷ് ജോസ്. ഹലോ ഫ്രണ്ട്സ്, റോബർട്ട് കിയോസാക്കിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പാവപ്പെട്ടവന്റെയും മിഡിൽ ക്ലാസ്സുകാരന്റെയും പണക്കാരന്റെയും മനോവ്യാപാരങ്ങൾ അഥവാ മൈൻഡ് സെറ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ആരും ഇതുവരെ ചിന്തിച്ചു നോക്കാത്ത വഴികളിലൂടെയാണ് ഈ പുസ്തകം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
സമ്പത്തിനെ കുറിച്ച് ധാരാളം വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങളാണ് ഈ പുസ്തകം നമുക്ക് തരുന്നത്. ഈ പുസ്തകത്തിൽ റോബർട്ടിന് 2 അച്ഛന്മാരാണുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛനും രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛനുമാണ്. ഈ 2 അച്ഛന്മാർ അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. പുസ്തകത്തിന്റെ തുടക്കത്തിൽ റോബർട്ട് പറയുന്ന വാചകം വളരെ പ്രസക്തമാണ്. പണക്കാരൻ പണക്കാരനാവുന്നു, പാവപ്പെട്ടവൻ പാവപ്പെട്ടവനാകുന്നു, ഇടത്തരക്കാർ കടക്കെണികളിലും പ്രതിസന്ധികളിലും അടിമകളാകുന്നു. ഇതിന് കാരണം ഫൈനാൻസിനെ കുറിച്ച് നാം വിദ്യാലയങ്ങളിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല എന്നതാണ്. മറിച്ച് നാം സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളുടെ കൈകളിൽ നിന്നുമാണ്. നമുക്കറിയാം, ഒട്ടുമിക്ക രക്ഷിതാക്കളും സമ്പത്തിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്ന പാഠം നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല ജോലി നേടി സമ്പാദിക്കുക എന്നതാണ്. ഇതുകൊണ്ട് തന്നെയാവാം സമൂഹത്തിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അക്കൗണ്ടന്റുമാർ ഇവരെല്ലാം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ അടിമകളായി മാറുന്നത്. ഈ പുസ്തകത്തിൽ റോബർട്ടിന്റെ സ്വന്തം അച്ഛൻ, അതായത് പൂവർ ഡാഡ്, അദ്ദേഹം ഒരു PhD കാരനും കോളേജ് പ്രൊഫസറുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛൻ, അദ്ദേഹം ഒരു 8ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ആളാണ്. എന്നാൽ അദ്ദേഹം ആ നഗരത്തിലെ ധനികന്മാരിൽ ഒരാളും കൂടിയായിരുന്നു. നമ്മുടെ പാവപ്പെട്ട അച്ഛൻ റോബർട്ടിന് കൊടുക്കുന്ന ഒരു ഉപദേശം പണമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. എന്നാൽ റിച്ച് ഡാഡ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം പണമില്ലായ്മ കാരണമെന്ന്. റോബർട്ട് പാവപ്പെട്ട അച്ഛനോട് എന്തെങ്കിലും വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം പറയുന്ന മറുപടി തനിക്ക് അതിനുള്ള കഴിവില്ല, ശേഷിയില്ല എന്നാണ്. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നത്, നീ ചിന്തിച്ചു നോക്കൂ, അത് നിനക്ക് എങ്ങനെ വാങ്ങുവാൻ സാധിക്കുമെന്ന്. ആദ്യത്തേത് ഒരു വാക്കാണെങ്കിൽ രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. പാവപ്പെട്ട അച്ഛൻ റോബർട്ടിനോട് എപ്പോഴും പറയുന്നത് നന്നായി പഠിക്കൂ, നല്ല മാർക്ക് വാങ്ങൂ, നല്ല മാർക്ക് വാങ്ങി ഒരു കമ്പനിയിൽ ജോലി നേടി സമ്പാദിക്കൂ എന്നാണ്. എന്നാൽ റിച്ച് ഡാഡ് റോബർട്ടിനോട് പറയുന്നത് നന്നായി പഠിക്കണം, അതിന്റെ ഒപ്പം ഒരു കമ്പനിയെ കുറിച്ച് പഠിച്ച് അത് വാങ്ങുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. പണത്തെക്കുറിച്ചുള്ള ചർച്ച വീട്ടിലേക്ക് എത്തുമ്പോൾ പാവപ്പെട്ട അച്ഛൻ പറയുന്നു താൻ പാവപ്പെട്ടവനായി തീർന്നത് തനിക്ക് കുടുംബവും മക്കളും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നത് താൻ പണക്കാരനായി തീരേണ്ട ആവശ്യകത വന്നത് തനിക്ക് കുടുംബവും മക്കളും ഉള്ളതുകൊണ്ടാണെന്ന്. പാവപ്പെട്ട അച്ഛൻ പറയുന്നു തന്റെ വീടാണ് തന്റെ സ്വത്തെന്ന്. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നു നമ്മുടെ വീടൊരിക്കലും നമ്മുടെ സ്വത്തല്ല, മറിച്ചത് നമ്മുടെ ബാധ്യതയാണെന്ന്. വീടിനെ സ്വത്തായി കണ്ടാൽ അത് നിങ്ങളെ വലിയ കുഴപ്പത്തിലെത്തിക്കുമെന്ന്. ഇതാണ് മൈൻഡ് സെറ്റ്. കാഴ്ചപ്പാടിലുള്ള ഇത്തരം വ്യത്യാസങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ചുവടുവടികളായി മാറുന്നത്. പാവപ്പെട്ട അച്ഛൻ റോബർട്ടിനോട് ജോലിയെടുത്ത് പണം നേടാൻ പറയുമ്പോൾ റിച്ച് ഡാഡ് പറയുന്നത് പണത്തെ കൊണ്ട് നമുക്ക് വേണ്ടി എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാമെന്നാണ്. അവസാനം റോബർട്ട് റിച്ച് ഡാഡിന്റെ ഉപദേശം സ്വീകരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് കൊണ്ടുവരുന്നു. നമുക്ക് നോക്കാം ഈ പുസ്തകം നമുക്ക് നൽകുന്ന 5 ലെസൺസ് എന്തൊക്കെയെന്ന്. പോയിന്റ് നമ്പർ 1, പൂർ വർക്ക് ഫോർ മണി, റിച്ച് മേക്ക് മണി വർക്ക് ഫോർ ദം. പാവപ്പെട്ടവൻ രാവിലെ 10 മണി മുതൽ 5 മണി വരെ കഠിനാധ്വാനം ചെയ്ത് പണക്കാരനാവാൻ ശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ചെലവുകളെല്ലാം കഴിഞ്ഞ് അവരുടെ കൈകളിൽ ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ സമയത്തിനും പണത്തിനും ലിമിറ്റുണ്ട്. എന്നാൽ പണക്കാർക്ക് വേണ്ടി പണമാണ് വർക്ക് ചെയ്യുന്നത്. നല്ല നല്ല അസറ്റുകൾ വാങ്ങിക്കൂട്ടുന്നത് മൂലം അവ പണക്കാർക്ക് വേണ്ടി ഇരാപ്പകലില്ലാതെ വർക്ക് ചെയ്യുകയാണ്. ഇവിടെ സമയത്തിനും പണത്തിനും ലിമിറ്റില്ല. നാം ഒരിക്കലും പണത്തെയും സമയത്തെയും ബന്ധിപ്പിക്കരുത്. ഇതിന്റെ ഒപ്പം റോബർട്ട് പറയുന്ന വേറൊരു കാര്യമുണ്ട്. നാം ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസിന് ഏത് സമയവും നമ്മുടെ പ്രസൻസ് ആവശ്യമാണെങ്കിൽ ആ ബിസിനസ് ഒരിക്കലും നല്ല ബിസിനസ് ആയിരിക്കില്ല എന്ന്. പോയിന്റ് നമ്പർ 2, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടന്റ്. നാം ഒരാൾ പണക്കാരനായി തീരുമോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത് അയാൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്ന് നോക്കിയല്ല, മറിച്ച് ആ സമ്പാദ്യത്തിൽ നിന്ന് എത്രമാത്രം സൂക്ഷിച്ചു വെക്കുന്നു എന്നത് നോക്കിയാണ്. ഇവിടെയാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ്. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാതെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് എത്തുന്നതെങ്കിൽ അത് നിങ്ങളിൽ നിന്നും പെട്ടെന്ന് നഷ്ടമാകുന്നതാണ്. ഇതിനുത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് നോക്കിയാൽ. ഒരാൾക്ക് ലോട്ടറി അടിക്കുന്നു, അദ്ദേഹം ഉടനെ കുറെ ബാധ്യതകൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. അത് അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തിക്കുന്നു. നമ്പർ 3, നോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി. ഈ പുസ്തകം നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണ് അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നതാണ്. എന്നാൽ ലയബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം കൊണ്ടുപോകുന്നതാണ്. പലപ്പോഴും പാവപ്പെട്ടവർ ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നവരാണ്, വീടിന്റെ രൂപത്തിൽ, കാറിന്റെ രൂപത്തിൽ. എന്നാൽ പണക്കാർ എന്നും അസറ്റുകൾ വാങ്ങിക്കൂട്ടുന്നവരാണ്.
മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ്, ഗോൾഡ് എന്നിങ്ങനെ പല രീതിയിൽ. പാവപ്പെട്ടവൻ കാറും വീടും മേടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഒന്നും വരുന്നില്ല. എന്നാൽ ഈ വീടും കാറും പണക്കാർ മേടിച്ച് അസറ്റായി ഉപയോഗിക്കുന്നു. വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. ഇതിലൂടെ മാസാമാസം അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഒരു നിശ്ചിത വരുമാനം എത്തുകയാണ്. കാർ ടാക്സിയായി ഉപയോഗിക്കുന്നു. ഇതിലൂടെ ദിവസം ഒരു നല്ല ശതമാനം പൈസ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുകയാണ്. ഇതാണ് ലയബിലിറ്റിയും അസറ്റും തമ്മിലുള്ള വ്യത്യാസം. നമ്പർ 5, ഡോണ്ട് വർക്ക് ഫോർ മണി, വർക്ക് ഫോർ സ്കിൽ. റോബർട്ട് ഈ ബുക്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണിത്. നാം ഒരു ബിസിനസ്സുകാരനാണ് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 സ്കില്ലുകളുണ്ട്. അവ ഏതൊക്കെയെന്നാൽ മാനേജ്മെന്റ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മാർക്കറ്റിംഗ് സ്കിൽ ഇവയാണ്. ഇവ 3 നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസിന്റെ ആദ്യ ചുവട് വെച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ഒരു വേർഡുണ്ട്, ഫസ്റ്റ് യു ലേൺ ദെൻ റിമൂവ് എൻ ഫ്രം ദാറ്റ് വേർഡ്. ഈ ബുക്ക് നിങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഈ ബുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബിൽഗേറ്റ്സ് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ഭൂമിയിൽ നിങ്ങൾ ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ ദരിദ്രനായി മരിക്കുന്നത് അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. താങ്ക് യു. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഡെസേർട്ടാണ് ഐസ്ക്രീം. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി കണ്ടാലോ? അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഫേവറേറ്റ് ഡിഷായ ഗുലാബ് ജാമുനും പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ സുഹൃത്ത് ഷിഫാന അതിന്റെ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഹായ്, എൻ്റെ പേര് ഷിഫാന. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് 2 ടീസ്പൂൺ മൈദ, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല്, 2 മുട്ട, പിന്നെ 3/4 ടീസ്പൂൺ വാനില എസൻസ്. ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. ആദ്യമായിട്ട് മൈദയും മുട്ടയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പാല് ഒരു പാനിലേക്ക് ആക്കിയിട്ട് ചൂടാക്കാൻ വെക്കാം. അത് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മൈദയും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ആറിയ ശേഷം വാനില എസൻസ് കൂടിയിട്ട് ഈ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 7 മണിക്കൂർ സെറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഗുലാബ് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും പാലും മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ ഈ പൊടിയിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കതിന് എടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമ്മൾ തിളപ്പിക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ 2 ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടി അങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗുലാബ് ജാമുനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ അടച്ച് വെച്ചേക്കാം. അപ്പം നമ്മുടെ ഗുലാബ് ജാമുനിലേക്ക് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗുലാബ് ജാം റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഇനി ഒരു സ്കിറ്റാണ്, ഒരു ഹോസ്റ്റൽ ബേസ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുള്ള രസകരമായ സ്കിറ്റാണ്.
അപ്പോൾ എല്ലാവർക്കും സ്കിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്കിറ്റിലേക്ക് പോവാം. ഹലോ ഹലോ അമ്മ. എന്താണ് വിശേഷം? നല്ല വിശേഷം അമ്മ. അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇവിടെ നല്ല വിശേഷം. എന്താ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മ. അവിടെ എന്താ, അമ്മ കഴിച്ചോ? കഴിച്ചു. എന്തായി, വല്ലതൊക്കെ പഠിക്കണ്ടോ? പഠിപ്പാ അമ്മ. ഇനി നാളെ ഒരു PPT പ്രസന്റേഷൻ ഉണ്ട്, ഇനി അത് ചെയ്യാൻ പോണം. എന്നാ ശരി, നീ ഉണ്ടാക്കിക്കോ, കഴിഞ്ഞിട്ട് വിളിക്കും. ഓക്കെ അമ്മ. വളയെടുത്തു വീശല്ലേ, ഞാനത് മുരിക്കും പൂവാക്കും. എന്താ കൊറേ നേരമായല്ലോ ലാഭം കുത്തിയിരിക്കണേ? ഇനി നീ ഇങ്ങനെ 24 hours റീൽസ് ആയിട്ട് നടന്നോ? ഇനി നാളെ പ്രസന്റേഷനാ, എന്തേലും പോയിരുന്നു ചെയ്യ്. നാളെ മിസ് പൊക്കൂട്ടോ ശ്രുതിയെ. ഓ, അത് നാളെയാണല്ലേ. ഓ, നാശം, കറണ്ട് പോയില്ല. ശ്രുതി, എടി ഇപ്പൊ ക്ലാസ് ഉണ്ടടി. എന്തിട്ടണ്ടി ക്ലാസ്സിക്ക് കേറണ്ടേ? എടി എണീക്ക്. ഒന്ന് ഉറങ്ങിക്കോട്ടടി. ഓ, രാവിലെ തന്നെ പഠിപ്പാണല്ലോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. തെബിൻ ജോസഫ്. ഹലോ മിസ്സേ. എന്നാ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ മറന്നു മിസ്സേ. സമയം കിട്ടി. ഇപ്പോഴാണ് ഈ ക്ലാസ് സമയത്താണോ ചെയ്യുന്നത്? സോറി മിസ്, ഒന്നും കണ്ടില്ല. കണ്ടില്ല. സോറി മിസ്സേ. എന്റെ അടുത്തയാള് ഡാനിയ മാർഗ സെബാസ്റ്റ്യൻ. താനോട് എന്നാ കാണിക്കുവാളൂ? പിന്നാണ് താനിങ്ങനെ ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. സോനു റിബിൻ. സോനു എന്താ സുഖം. ഞാൻ ഇങ്ങനെ ഇവിടെ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിപ്പിക്കുക. ഓരോരുത്തരെ അവരവരുടെ പണിയിൽ അങ്ങനെ നടക്കുക. കൊള്ളാം. സോറി ഇതേ ഉള്ളല്ലോ. സോറി മാത്രമേ ഉള്ളല്ലോ. അയ്യോ. ഡേറ്റാ സ്ട്രക്ചർ. രാധിക സുധാകർ. രാധിക ഇപ്പോഴാണ് ഈ ക്ലാസ്സിൽ കയറി വരുന്നത്? ഇത് ക്ലാസ് തുടങ്ങിയിട്ട് എത്ര നേരമായി? രാധിക. Data structure are the method of representing of logical relationships between individual data and elements related to the solution of a given problem. അപ്പൊ ഇതാണല്ലേ മോളുടെ പഠിപ്പ്? കൊള്ളാം. ഒന്നോട് പറയൂ, എഴുതാൻ പറ്റിയില്ല. ശരിയാണല്ലോ, സുസ്മിൻ പറഞ്ഞത് നന്നായി. രാധിക പ്രസന്റേഷൻ. ശ്രുതി പ്രസന്റേഷൻ എന്തിയെ?
രാധിക ഇല്ലേ ഈ ക്ലാസ്സില്? ഉണ്ടല്ലോ. ആ പോയി. എല്ലാരും ഇനി പൊക്കോ. ലെഫ്റ്റ് അടിച്ചോ. നീ രാധിക വരാതെ ഞാൻ ക്ലാസ് എടുക്കുകയല്ല. അവള് വരുമ്പോ ഇവന്മാരൊന്നും പോയില്ലേ? ഓരോരോ പണിക്കായിരിക്കും ക്ലാസ് എൻഡ് ചെയ്യാൻ. ഇങ്ങനെ എണീപ്പിക്കാനാ പറഞ്ഞേ? ഞാൻ അലാറം വെച്ച് എണീപ്പിക്കാനല്ലേ പറഞ്ഞത്? എന്റെ ലാപ്പ് എവിടെ? ക്ലാസ്സിൽ പോലും കേറാത്ത നിനക്ക് എന്തിനാടി ലാപ്പ്? പാടി തന്നു. പ്രസന്റേഷൻ ആടി മിസ് ഇപ്പൊ പൊക്കു. എനിക്കറിയില്ല, എന്റെ ലാപ്പ് ഒന്നും കാണുന്നില്ല. എന്നാലും എന്റെ സുസ്മിനെ കൂടെ കടന്ന് ടീച്ചർ അതി നീ കാണിക്കരുതായിരുന്നു കേട്ടാ. ഞാൻ നോക്കട്ടെ. ഈ പിള്ളേർക്കൊന്നും വേറെ പണിയില്ലേ? ഗ്രൂപ്പിൽ കയറി മെസ്സേജ് അയക്കണ എന്താ ആവശ്യമുള്ള? ലാപ്പ് കിട്ടിയില്ല സീനാണേ. ഇതേ പിള്ളേരൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങി. ഒരു സമാധാനം ഉണ്ടാവില്ല ഇനി. നീ വിഷമിക്കാതിരിക്കുക. നിന്റെ ലാപ്ടോപ്പ് തമ്മിലാണ് ഇനി എന്നെ വിഷയം. ഞാൻ പോയി തപ്പിട്ട് ഞങ്ങളുടെ റൂമിലില്ല, വിച്ച് മീൻസ് ആരും എടുത്തുണ്ട്. എല്ലാ മുറിയും കയറി തപ്പാം. അതെ, രാധികയുടെ ലാപ്പ് കണ്ടോ? ഓ, എന്തൊരു പഠിപ്പിയാടാ. രാധികയുടെ ലാപ്പ് കണ്ടോ? എനിക്കെന്തിനാ ലാപ്ടോപ്പ്? അത് ശരിയാ, നിന്നോടൊക്കെ ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇപ്പൊ പല്ലേക്കണുള്ളൂ. ഓ, നിന്റെ മുഖത്തായും തുടക്കി. എന്നിട്ട് പറ. ലാപ്ടോപ്പ് അവളുടെ പ്രസന്റേഷൻ ആണെന്നേ, അതാ ചോദിക്കണേ. അടുത്ത ഞാനല്ല പോ. നീ ഇത് പിടിച്ചേ. ബിജിത്തെ ഒരു ഹെൽപ്പ് വേണം എന്നോടാ. എന്തുവാടേ? എനിക്കൊരു PPT ഉണ്ടാക്കി തരും. നാളേക്ക് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. PPTയോ? എന്തു PPT? തന്നെ ഉണ്ടാക്കിയത്? എനിക്കൊന്നും സമയമില്ല. കൊറേ സപ്ലൈ ഉണ്ടാ. അതാ. സപ്ലിയോ? സപ്ലി ഉണ്ടെങ്കിൽ പറയണ്ടേ? ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് 5 മണിക്ക് പോവാ. ഞാൻ ട്യൂഷൻ എടുത്തരാം. ഗ്രൂപ്പ് നിറച്ച മെസ്സേജ് ആണല്ലോ. ഇനി ഇതിനകത്തുണ്ടോ? ഞാനാ, ശ്രുതിയാ. രാധികയുടെ ലാപ്പ് എടുത്തായിരുന്നോ? ശരിയാ, ഇതിനകത്തുണ്ടാവില്ലല്ലോ. 6, 7, 8, 9. മിസ്റ്റർ പോനിക്കൽ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നെന്താ മ്യൂസിക് ബോഡി മസിൽസ് ഇല്ലേ? എല്ലാവരും ഒരു പൂച്ച മ്യൂസിക് പോലെ എന്റെ മസിൽസ് ഡാൻസ് കളിക്കുന്നത് കണ്ടില്ലേ? ഈ രാധികയുടെ ലാപ്പ് ഡമ്പലിന് പകരം പൊക്ക എടുത്തോ? സത്യം പറ. ലാപ്ടോപ്പ് ഒന്നും ഞാനില്ല. വേണമെങ്കിൽ 2 ബുക്ക് എടുത്തോണ്ട് ഇത് മതിയാവില്ലേ?
പോകുന്നതിന് മുന്നേ എൻ്റെ ഈ മസിൽസിനെ കുറിച്ച് രണ്ടുപേർക്ക് പറഞ്ഞിട്ട് പോകും. എൻ്റെ ഈ സ്കിൻ, എൻ്റെ ഈ ഫേസ്, എൻ്റെ ഈ ബോഡിയെ. അയ്യേ, ഞാൻ പോയിട്ട് ആദ്യം ലാപ്പ് തപ്പട്ടെ. പോവാണോ? എന്നാ പിന്നെ പോവും. ഞാനിതെല്ലാം വർക്കൗട്ട് ചെയ്യാം. എവിടെന്നാ ഒരു മണിയടി ശബ്ദം കേൾക്കുന്നേ? മണിയടി സൗണ്ടോ? ഇവിടുന്ന് കാർത്തികിന്റെ റൂമല്ലേ ഇത്? വാ നമുക്ക് പോയി നോക്കാം. ഫലാനി പക്വാനി പതന്തി വിമലേ ജലേ കപി കമ്പിത ശാഖാകര കുളു കുളു കുളു. എന്റെ ലാപ്ടോപ്പ് ദുഷ്ട. എന്താ കേശവ? ഗുഡ് മോർണിംഗ് മിസ്. മിസ് ലാപ്പ് കാണാനില്ലായിരുന്നു, അത് അത്ര ലേറ്റായി പോയത്. മിസ് ആ പ്രസൻറ്റേഷൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, എടുത്തോട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ മിസ്സേ. ഹലോ മിസ്. കാണാമോ? കാണാം. കഴിക്കാറായോടാ? സമയമായില്ലല്ലേടാ? ഇപ്പൊ അത്യാവശ്യം എല്ലാവരും എന്റർടൈൻഡ് ആയില്ലേ? ഇനി നമുക്കൊരു സീരിയസ് ഇഷ്യൂയിലേക്ക് പോയാലോ? ഇപ്പൊ നമ്മളെല്ലാവരും വീട്ടിലിരിക്കാൻ കാരണമായ കോവിഡിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഡോക്യുമെന്ററി presented by Dr. Anand, Shimoga District Hospital, Karnataka. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. നമ്മളെല്ലാവരും COVID-19 എന്ന പാൻഡമിക്കിന്റെ ഏറ്റവും ദുസ്സഹമായ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ വാട്ട് ഈസ് COVID-19, എന്താണ് കൊറോണ വൈറസ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അത്യാവശ്യം ധാരണയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മളിലേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാണ് കോവിഡ് ആരംഭിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മൾ അറിയേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഈ അസുഖത്തെ തടുത്തു നിർത്താൻ സാധിക്കുക, അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്താൽ ഇതിനെ നമ്മളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ള ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ WHO പുതിയ പഠനം അനുസരിച്ച് 6 മീറ്റർ ദൂരം വരെ ഈ പുതിയ വേരിയന്റ്, ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും പുതിയ ഡെൽറ്റ വേരിയന്റിന് 6 മീറ്റർ ദൂരം വരെ വായുവിലൂടെ പകരാൻ സാധിക്കും എന്നാണ്. മെയിൻ ആയിട്ട് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അഥവാ ഇത് പകരുന്ന രീതി 2 രീതിയിലാണ്. 1 ത്രൂ എയർബോൺ, പറയുന്നതുപോലെ വായുവിലൂടെ. രണ്ടാമത്തത് ത്രൂ ഡ്രോപ്ലെറ്റ്. സോ ഈ വൈറസിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും? സർ, ഈ വൈറസ് നമ്മുടെ ഉള്ളിൽ എത്താതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ: SMS, സാനിറ്റൈസേഷൻ, മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിംഗ്. ഇതിൽ 3-ൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ 3ഉം പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട സിംറ്റംസ് അഥവാ എയർലി സിംറ്റംസ് എന്ന് പറയുന്നത് പനി, ചുമ, ജലദോഷം, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സ്ട്രെയിനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺജന്റിവൈറ്റിസ് അഥവാ കണ്ണിന് ചുവപ്പ് നിറം, ഉദര സംബന്ധമായ അസുഖങ്ങൾ, വയറുവേദന, വയറിളക്കം, ശരീരവേദന തുടങ്ങിയവയാണ്. സോ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ടത് പ്രായമായവർ, 50 അല്ലെങ്കിൽ 60 വയസ്സിന് മേലേക്കുള്ളവർ, ഇതിൽ അനുബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ അഥവാ കോമോർബിഡിറ്റീസ് ഉള്ള ആളുകൾ. ഇതിൽ എന്തൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. ഡയബറ്റിക്സ്, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. എന്നുവെച്ചാൽ ചെറുപ്പക്കാരിൽ ഈ അസുഖം ഗുരുതരമാകില്ല എന്നല്ല, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് കേസുകളിൽ ചെറുപ്പക്കാരും വളരെ
ഗുരുതരമായ മാരകമായ അവസ്ഥകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതിനെ നമ്മൾ മൈൽഡ് സിംറ്റംസ് എന്ന് പറയും. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മോഡറേറ്റ് സ്റ്റേജാണ്. ഇതിലാണ് പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയാൻ തുടങ്ങുന്നത്. ഓക്സിജന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 95 മുതൽ 99 വരെയാണ്. ബിലോ 94, 94 താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടുക, അസഹ്യമായ ചുമ, നെഞ്ചുവേദന തുടങ്ങിയവയും മോഡറേറ്റ് സിംറ്റംസിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സിവിയർ സിംറ്റംസ് ആണ്. ഇത് പ്രധാനമായും ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ICUയിൽ അഡ്മിഷൻ, ഓക്സിജന്റെ ഡിപ്പെൻഡൻസി ഒക്കെ അനുസരിച്ച് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സഹായത്തോടു കൂടി മാത്രമേ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിൽ ഞാൻ ആദ്യമായി പറഞ്ഞ മൈൽഡ് സിംറ്റംസ് കാറ്റഗറിയിലുള്ളവർ മാത്രമേ വീടുകളിൽ ഐസൊലേഷനിൽ കഴിയാൻ പാടുള്ളൂ. മോഡറേറ്റ് ടു സിവിയർ സിംറ്റംസിൽ ഉൾപ്പെടുന്നവർ എല്ലാം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി ശ്രമിക്കുക. ഇതൊക്കെയാണ് കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട SMS നമ്മൾ ആരും മറക്കാതിരിക്കുക. കഴിയുന്ന എല്ലാവരും വീടുകളിൽ, ലോക്ക്ഡൌൺ ടൈമിൽ വീടുകളിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ശരിക്കും കോവിഡ് വാരിയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സമൂഹത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും സമൂഹത്തിൽ ഒരുപാട് വിപത്തുകൾ ഉണ്ടാക്കാൻ സാധിക്കും. സോ നമ്മുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഒരുമിച്ച് ഈ കോവിഡ് കാലഘട്ടത്തെ അതിജീവിക്കാൻ കഴിയും. ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഗവൺമെന്റും പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. ഈ ലോക്ക്ഡൌൺ നമ്മളെ കുറേയേറെ മാറ്റങ്ങൾ വരുത്തി. കൂടുതൽ സമയവും വീട്ടിലിരിപ്പായി, ക്ലാസ്സസ് ഓൺലൈനായി, പലരുടെയും ഷേപ്പ് മാറി, പലരും വല്ലാതെ ഫേമസ് ആയി. നമുക്കറിയാം, യൂട്യൂബിൽ തന്നെ ടിക്ടോക്ക് വീഡിയോസിലെ തമാശകൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അർജുൻ ഫേമസ് ആയി. പുറകെ തന്നെ ടിക്ടോക്ക് ബാൻ ചെയ്തു. ഇവിടെയാണ് നമ്മുടെ കഥാപാത്രത്തിന്റെ എൻട്രി. ടിക്ടോക്ക് പോയതോടെ വിഷമത്തിലായ പലർക്കും ആശ്വാസമായിക്കൊണ്ട് റീൽസ് കടന്നു വന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ. സോ ഇന്ന് നമ്മുടെ മുന്നിൽ റീൽസ് വീഡിയോസുമായി കടന്നു വരുന്നു സ്വാതി, ശ്രുതി ആൻഡ് നേഹ. ലെറ്റ്സ് വെൽക്കം ദം. എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. ഹായ് ഓൾ, നമ്മളാർക്കാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തത്? ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് എല്ലാം നോർമൽ ആകുമ്പോൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിരിക്കുന്ന കുറെ പേര് എനിക്ക് തന്നെ അറിയാം. നമ്മളിൽ മിക്കവരും മിസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. പല പല യാത്രകൾ, വെള്ളച്ചാട്ടം, ബീച്ച്, ഒരു ട്രക്കിംഗ്, മലമുകളിൽ പോയി ടെന്റ് അടിക്കണം, മഞ്ഞ് കാണണം, പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും ലോകം കാണണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര. സോ ഇത്തരം ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജെബിൻ ആൻഡ് റോഷൻ. ലെറ്റ്സ് വെൽക്കം ദം. ഹായ് ഓൾ. യാത്രകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവങ്ങളാണ്, ഓരോ പുതിയ കാഴ്ചകളാണ്. എൻ്റെ പേര് ജെബിൻ ജോസഫ്. എൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ കുറച്ച് കാഴ്ചകൾ അടങ്ങുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है. Subhanallah, 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 Subhanallah. Nizagari, Nizagari sa, Nizamaga, Yamagama. Nizagari, Nizagari sa, Nizamaga, Yamagama, Gamani, Nizani, Baba, Mani, Pagari. Subhanallah, Subhanallah, Subhanallah.
പോകുന്നതാണ് ട്രാൻസിഷൻ വീഡിയോസ്. അപ്പം എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഇനിയും ഒരു ട്രാൻസിഷൻ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. मुझ पे ये फ्रीज हो गया, रिफ्यूज किया 100 बारी फिर भी करना चाहे यारी, पैशन तेरे लिए मेरा इनक्रीज हो गया, तू ही डे लगे मुझे मेरी नाइट लगे, मुझे फ्यूचर मेरा तेरे संग ब्राइट लगे, तुझसे भी ज्यादा सोना कोई हैंडसम मुंडा होना लेके जाएगा सोने में तोल ताल के, तुझे ले जाऊंगा मैं तो यहाँ झंडे गाड़ के, आया दिल्ली वाली छोड़ छाड़ के, मेरे लिए सिग्नल तोड़ ताड़ के, आया दिल्ली वाली गर्लफ्रेंड छोड़ ताड़ के, वालों को भी बाई शाये बोल बाल के, आया दिल्ली वाली गर्लफ्रेंड छोड़ ताड़ के, इशारा मुझे फ्रॉड लगे, तू तो मजनू आवारा माय गॉड लगे, बचा के आया तेरे लिए पैसे वैसे जोड़ जाड़ के, आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के, तेरे लिए ही तो सिग्नल तोड़ ताड़ के, आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के, आया दिल्ली वाली गर्लफ्रेंड छोड़ के, the sky is falling down like she's supposed to be, she gets down low for me, down like her temperature, cause to me she's 0 degrees, she cold over freeze, I got that girl from overseas, now she's my Miss America, now can I be her soldier please, I'm fighting for this girl on the battlefield of love, don't it look like baby Cupid sending arrows from above, don't you ever leave the side of me, indefinitely, not probably, and honestly I'm down like the economy, yeah, you are my only, you won't be lonely, even if the sky is falling down, you'll be my only, no need to worry, baby are you down, 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 तुझे ले जाऊंगा मैं तो यहाँ झंडे गाड़ के, आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के, मेरे लिए सिग्नल तोड़ ताड़ के, आया दिल्ली वाली गर्लफ्रेंड छोड़ छाड़ के, and the sky is falling down. അടുത്തായിട്ട് ടെക്നിക്കൽ ഇവന്റ് ആണ്. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ കുറേ ക്യാമറ എഫക്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ക്യാമറ എഫക്ട്സ് നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അത് പിന്നീട് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് സ്പാർക്ക് ലാബിലാണ്. അപ്പോൾ നമുക്ക് ചെയ്തു തരുന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ നേരെ പ്രോഗ്രാമിലേക്ക് പോകാം. ഞാനാണ് സുഹിത് രാമൻ. ഞാനിവിടെ ബേസിക് ആയിട്ടുള്ളൊരു എഫക്റ്റ്, അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളെ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോ വീഡിയോ, അതായത് ഒരു ട്യൂട്ടോറിയൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബേസിക്സ് ആയിട്ടുള്ള, അതായത് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്യാമറ എടുക്കണം. ക്യാമറ എടുത്ത് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് വെബ് ക്യാം, ഇല്ല ചിലവരുടെയൊക്കെ ഇൻറ്റഗ്രേറ്റഡ് വെബ് ക്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് വെബ് ക്യാം സെലക്ട് ചെയ്യണം. നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് വെബ് ക്യാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഇവിടെ നമ്മുടെ ഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേളിൽ iPhone 8 നടക്കുന്നത് ഈ എഫക്റ്റ് ഏതൊക്കെ, അതായത് ആൻഡ്രോയിഡ് ഡിവൈസിൽ ഏതൊക്കെ സപ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞൊരു ഡെമോയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി iPhone 8 തൊട്ടുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ iPhone 8 തൊട്ടുള്ള ഡിവൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആവത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ചെയ്യേണ്ടത് നമ്മളൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് നമ്മളിപ്പം ഒരു ഫേസ് മാസ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫേസ് മെഷ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫേസ് മെഷ് ഇൻസ്റ്റ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എൻ്റെ ഫേസിൽ ഒരു എന്നായിരുന്നു ഒരു ട്രാൻസ്പാരന്റിന്റെ ലുക്ക് പോലത്തെ ഒരു സാധനം വന്നതാണ് ഇതാണ് ഫേസ് മെഷ് എന്ന് പറയുന്നത്. അപ്പം ഈ സാധനമാണ് നമ്മൾ, അതായത് നമ്മുടെ ഇപ്പം നമ്മളെ ഫേസ് എവിടെ അനക്കിയാലും അത് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മളെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിന് എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മുടെ ഫേസിന് മോണിറ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്പേസ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ സിമ്പിൾ സ്റ്റെപ്സേ ഉള്ളൂ, ഇതിനകത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഒന്നുമില്ല. ആദ്യം നമ്മൾ ഫേസ് മെഷ് സെലക്ട് ചെയ്തു. ഇനി നമ്മളൊരു മെറ്റീരിയൽ ആഡ് ചെയ്യും.
നമ്മളിപ്പം നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതായത് ഏത് മെറ്റീരിയലാണ് നമ്മൾ ഫേസ് വെക്കുന്നത് പോലെ. ഇപ്പം എൻ്റെ ഫേസ് ഒരു വൈറ്റ് മാസ്ക് പോലെ. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ സെലക്ട് ചെയ്ത ഉടനെ ആ മെറ്റീരിയലിൻ്റെ പേര് വിളിക്കും. അപ്പം എനിക്ക് അവിടെ ഒരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് മാസ്ക് ആഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇത് കളറാണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്താൽ അതനുസരിച്ച് നമുക്ക് ഫ്രണ്ടിലെ മാസ്കിൻ്റെ കളറൊക്കെ മാറും. അപ്പം ഞാൻ ഡിഫോൾട്ടായിട്ട് വൈറ്റ് തന്നെ വയ്ക്കുക. കാരണം ഞാൻ വേറൊരു ഇമേജാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുണ്ട് ടെക്സ്ചർ, നമ്മുടെ ഫേസിന് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്ചർ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ടെക്സ്ചർ ഞാൻ ഓൾറെഡി PNG ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ PNG ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഇതിലേക്ക് ഇടുക. ഇപ്പം ഞാൻ അത് അപ്ഡേറ്റ് ആയി. ഇപ്പം ഉണ്ടല്ലേ, ഇതാണ് എൻ്റെ മാസ്ക്. അപ്പം ഇതിൻ്റെ PNG ഫയലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് വേണേൽ ഈ ടൈലിംഗ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. പക്ഷേ ടൈലിംഗ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോണ്ടല്ലേ ഹാഫ് സൈഡ് മാസ്ക് ആവുന്നു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ നമ്മൾ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ തന്നെ കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആണല്ലേ. അപ്പോൾ നമ്മൾ സെറ്റ് ആക്കുമ്പോൾ ഇവിടെ ഫേസ് മെഷ് അതായത് 1:1 ആണ്. അപ്പോൾ ഫുൾ ഈക്വൽ. അപ്പോൾ നമുക്ക് ഹാഫ് ഫേസ് വേണമെങ്കിലും കൊടുക്കാം, ഫുൾ ഫേസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ രീതിയിൽ സെറ്റാക്കി. ഇനിയിപ്പം ഞാൻ ഇത്രയും നിങ്ങളെ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകണമെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പം നമ്മളിത് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചത്. നമ്മൾ വൺസ് ഇത് ക്രിയേറ്റ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ എങ്ങോട്ട് ഫേസ് മാറ്റിയാലും ഇത് ഇമേജ് നമുക്ക് കാണാൻ പറ്റും. അതായത് മാസ്കും കൂടി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് പാച്ച് എഡിറ്റർ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. പാച്ച് എഡിറ്ററൊക്കെ വേണേൽ നമുക്ക് ഇതിനകത്ത് വ്യൂ ചെയ്തിട്ട് നമുക്ക് വേണേൽ പാച്ച് എഡിറ്ററൊക്കെ വെച്ചിട്ട് ഈ ട്രാക്കർ ഒബ്ജക്റ്റിനൊക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ അതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്, എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അപ്പം പാച്ച് എഡിറ്ററൊക്കെ ഉണ്ട്. അതിനകത്ത് ഓരോ കണ്ടീഷൻസ്, അതായത് ഫേസ് ഇങ്ങോട്ട് അനക്കുമ്പം ഏത് കണ്ടീഷനിൽ വർക്ക് ആവണം, ഏത് പൊസിഷൻ ആവണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് കൊണ്ട് നിർത്തും. ഇപ്പം നമ്മളിതിനെ എക്സ്പോർട്ട് ചെയ്യാം. പബ്ലിഷ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ടും ഉണ്ട്, അപ്ലോഡ്. ഈ അപ്ലോഡ് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നമുക്ക് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് എഫക്റ്റ്, നമ്മൾ നേരത്തെ ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഫക്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പം ഈ എഫക്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫേസ്ബുക്കിലേക്കാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഡിവൈസിലേക്കാണ് ഇതൊക്കെ സപ്പോർട്ട് ആകുന്നത്, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിലേക്കാണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇത് 4 MB അതായത് അതിൻ്റെ മെമ്മറിയാണ് കാണിക്കുന്നത്. അതായത് ഇത് ലോഡ് ആവാനായിട്ടുള്ളത്, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്തോ ഇല്ല സേവ് ചെയ്യണോ, ഏതൊരു പ്രോഗ്രാം ആയാലും ഏതൊരു ആപ്ലിക്കേഷൻ ഒരു എഫക്റ്റ് ആയാലും റൺ ആവാൻ നേരത്ത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ എത്ര MB ആണ്, അപ്പോൾ എത്ര MB വേണം അത് ഡൗൺലോഡ് ആയി കിട്ടാനായിട്ട്. അപ്പോൾ അത് അതിൻ്റെ ഫയൽ സൈസും അത് ഏതൊക്കെ ഡിവൈസിൽ എത്ര MB ആണെന്ന് സ്പേസും ഡൗൺലോഡ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അതായത് അതിൻ്റെ സൈസ് എഫക്റ്റിൻ്റെ. നമുക്കിനിപ്പം ഇത് നമ്മൾ ആദ്യം എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫയലായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഏതെങ്കിലും ഒരു നെയിം കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ നെയിം തന്നെ കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നെയിം തന്നെ കൊടുത്ത് ഞാനിത് എക്സ്പോർട്ട് ചെയ്ത് വയ്ക്കും. ഇനി ഞാൻ പബ്ലിഷ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചില്ല. നമ്മളിപ്പോൾ ആദ്യമേ അപ്ലോഡ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇത് അപ്ലോഡ് ആവുന്ന പോലെ കാണിക്കും. അതായത് ഇത് ലോഡ് ആവുക. നമ്മളിത് നേരെ ഇനി സ്പാർക്ക് എന്ന് പറഞ്ഞ ഇത് ഈ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സ്പാർക്ക് ലാബ് എന്ന് പറഞ്ഞത് ഫേസ്ബുക്ക് 2012-ലോ 2016-ലോ ഈ കമ്പനി മേടിച്ചായിരുന്നു. ഈ എഫക്റ്റ് തന്നെയാണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ എഫക്ട്സിൽ കയറി സെർച്ച് ചെയ്ത് സുജിത്ത് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ആ എഫക്റ്റിന് ഒരു പേര് കൊടുക്കാം. എന്ത് പേര് വേണം കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ഇത് കൊടുത്തതുകൊണ്ട് ഞാൻ രാമൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. ഇത് നമ്മുടെ ആ പേരാണ്. അതായത് നമ്മളെ എയർ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് ആ ഫയലിൻ്റെ നെയിമാണ്. അതായത് നമ്മൾ അതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് വെച്ചത്. ഇതിപ്പം എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ കിട്ടണം, ഇല്ലേ നമുക്കിഷ്ടം, അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് മാത്രം കിട്ടണോ, ഇല്ലേ iOS മാത്രം കിട്ടണം, നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾ പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ കിട്ടാനായിട്ട് നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ പബ്ലിക് ആണോ ഇല്ല ലിങ്ക്, അതായത് നമ്മൾ പേഴ്സണലായിട്ട് മാത്രം യൂസ് ചെയ്താൽ മതിയോ. ചിലവർ ഈ ലിങ്ക് ഓൺലൈൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് വരുന്നവരെ, ഓരോ അപ്ഡേഷൻ ചെയ്ത് നല്ല ആകുന്നവരെ അവർ പേഴ്സണലായിട്ട് അത് യൂസ് ചെയ്യും അവരുടെ ആപ്ലിക്കേഷൻസ്. നമ്മളിപ്പോൾ പബ്ലിക് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മളെ ഇത് സ്പാർക്ക് ലാബിനകത്ത് ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്യാൻ നേരത്തെ തന്നെ ഫേസ്ബുക്കിൻ്റെ ID ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ്ബുക്കിൻ്റെ ID ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഫേസ്ബുക്കിന് ID ഇല്ലാത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവർ ഫേസ്ബുക്കിന് ID കൂടി ലോഗിൻ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓരോ കാറ്റഗറി നമുക്ക് കൊടുക്കാം. ഏതാണ് ഗെയിമിൻ്റെ ആണോ, അതായത് നമ്മുടെ എഫക്റ്റ് ഏത് കാറ്റഗറിയിലാണോ പെടുന്നത്. ഞാൻ ഇപ്പോൾ വേൾഡ് AR എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിന് വേറെ സെപ്പറേറ്റ് പേര് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ, അതായത് നമ്മൾ ആദ്യമേ ലിങ്ക് യൂസ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡെമോ നമ്മുടെ എഫക്റ്റിനെ യൂസ് ചെയ്ത് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് അതായത് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിവിടെ ഡെമോ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ ആ എഫക്റ്റ് എടുക്കാൻ നേരത്ത് ആ ഡെമോ വീഡിയോ കാണിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ ഒരു ഡെമോ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഡെമോ വീഡിയോ. അതായത് അപ്പോൾ അവർ എഫക്റ്റ് എടുക്കാൻ നേരത്തെ അപ്പോൾ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഈ എഫക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തംബ്നെയിലൊക്കെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ചൂസ് ചെയ്തു. അവിടെ ഇഷ്ടമുള്ള ഐക്കൺ കൊടുക്കാം നമുക്ക്. അതായത് ആ എഫക്റ്റിന് നമുക്കൊരു ഐക്കൺ വേണമല്ലോ താഴെ സർക്കിളിൽ. അപ്പോൾ ഞാൻ ട്രാൻസ്പാരൻ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഐക്കൺ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനൊരു ഇമേജ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണം ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അതായത് എന്നാണ് ഈ സാധനം, ഈ എഫക്റ്റ് ഏത് ടൈമിലാണ് ലോഞ്ച് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് പബ്ലിക് വ്യൂ ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനെ വേണം. അപ്പോൾ അല്ലെ നമുക്ക് as soon as possible കൊടുത്താൽ. എന്നിട്ട് നമ്മൾ ഇവിടെ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. ഇപ്പം നമ്മുടെ ഇമേജ് ക്രോപ്പ് ആയിട്ട് വന്നു. കൺഫേം ചെയ്യുന്നു. അപ്പോൾ അയക്കണേ. ഇനി നമ്മൾ ലിങ്ക് ഓൺലി കൊടുക്കുമ്പോൾ നേരത്ത് നമുക്ക് വേണം ഇവിടെ നമുക്ക് ഡിവൈസ് ഇപ്പം ലിങ്ക് ഓൺലി കൊടുക്കുമ്പോൾ മനസ്സിലായി. ഇപ്പം ഇതുപോലാണ് നമ്മുടെ എഫക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെമോ. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ എങ്ങനെ എഫക്റ്റ് വരുന്നത്, ഫേസ്ബുക്ക് സെലക്ട് ചെയ്യുവാണ്, ഫേസ്ബുക്കിൻ്റെ വ്യൂ കാണിച്ചു തരും എങ്ങനെയാണ് ഈ എഫക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ എഫക്റ്റിൻ്റെ ഐക്കണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിപ്പോൾ പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ ഡേറ്റാസ്, അതായത് അതിന് ഫയലിൻ്റെ പേര്, പിന്നെ നമ്മൾ നെയിം കൊടുത്തത്, പിന്നെ നമ്മൾ ഓഡിയൻസ് പബ്ലിക് ആണോ ഇല്ല ചില ലിങ്ക് ഓൺലി ആണോ, അപ്പോൾ അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമും, അതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ആ വീഡിയോയും ഡെമോ വീഡിയോയും നമ്മൾ കൊടുത്ത ഐക്കണും കൂടി കുറച്ച് നേരമായിട്ട് അപ്ലോഡാണ്. അപ്പോൾ എൻ്റെ ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. അപ്ലോഡ് ആയി കഴിഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഒരു വിൻഡോയിൽ വരും. ഇതാണ് എൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്, സ്പാർക്ക് AR ലാബിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിപ്പം വിസിബിൾ ആണ്. ചിലപ്പം നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഇപ്പം ഞാൻ ഓൾറെഡി ഞാനൊരു എഫക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ഒരു എഫക്റ്റ് അപ്ലോഡ് ചെയ്ത ഉടനെ അത് വിസിബിളായിട്ട് വന്നത്. ഇല്ലെങ്കിൽ അത് അവർ റിവ്യൂ പ്രോസസ്സിലൊക്കെ വെച്ചിട്ടേ വരത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള ഓപ്ഷൻസ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നാടൻ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഞങ്ങൾ ഇവിടെ MCA B ബാച്ചിലെ ക്ഷണക്കുട്ടികൾ നാടൻ പാട്ട് ആധുനികമായ രീതിയിൽ അവതരിപ്പിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് ചിരിക്കണമെങ്കിൽ ചിരിക്കാം, കരയണമെങ്കിൽ കരയാം. നമസ്കാരം. ആടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ രക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ.
സോറി, കഴിഞ്ഞു പോയ 1 മിനിറ്റ്. ആട്ടം കണ്ടപ്പോ തോന്നി. കരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാറ്റിൽ കോര പറിച്ചാട്ടെ. ആരുമില്ല തക തക താനന്ദക ചെയ്താരോ സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. കണ്ണം മുട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ. വെള്ളം കോരി കോരി ഉള്ളം കിടുങ്ങാത്ത മേലെ കിടങ്ങളുണ്ടേ. സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്നം. ഇന്ദ്രരത്നം. ട്രാക്ക് മാറ്റി. Sorry guys. തുടങ്ങിയോ? അയ്യോ എന്ത് തല്ലിപ്പുള്ളി പാട്ട്. Hello everyone. The purpose of our life is to be happy. This is one of the famous quotes by Dalai Lama. ബിസി ലൈഫിനിടയിലുള്ള കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അല്ലേ? എൻ്റെ പേര് ടെബിൻ ജോസഫ്. നമ്മുടെയൊക്കെ ലൈഫിലെ കുറച്ച് ടഫ് ടൈംസ് ആണ് ഈ 2020-21 കാലഘട്ടം. ഈ ഒരു ടൈമിൽ സ്റ്റുഡൻസ് എന്ന നിലയിൽ നമ്മൾ കോളേജ് ലൈഫ് ശരിക്കും മിസ് ചെയ്യുന്നു. ഈ ഒരു മിസ്സിങ്ങിനെ ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാമിന് മാറ്റാൻ സാധിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലും നമ്മുടെ അമൽജ്യോതി MCA ഫാമിലിയെ ഒന്നിച്ചു കൊണ്ടുവരാൻ നമുക്കൊരവസരം തന്ന നമ്മുടെ HOD റവറൻഡ് ഫാദർ ഡോക്ടർ റൂബിൻ തോട്ടുപുരത്തിന് നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കരുത്തായ ഗ്രേസ് മിസ്സിന് നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി
ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാവുകയും ഈ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, MCA B ബാച്ചിൻ്റെ പെർഫെക്റ്റ് ഓക്കെ എന്ന ഈ പ്രോഗ്രാം വിജയമാകാൻ കാരണമായ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. മോശം സമയത്തിന് ശേഷം എന്നും ഒരു ശുഭപ്രതീക്ഷയുടെ നല്ല കാലം ഉണ്ടാകും. സോ ലെറ്റ് us wait for that better days to come. Until then, stay safe, stay healthy. എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആകട്ടെ.